നമ്മുടെ നായകൻ സത്യയ്ക്ക് വിവാഹം കഴിക്കാനോ അല്ലെങ്കിൽ അറേഞ്ച്ഡ് മാരേജിലൊന്നും ഒട്ടും താല്പര്യമില്ല. പക്ഷേ സഹോദരിയുടെ നിർബന്ധത്തിൽ അവൻ മോനിഷ എന്ന പെൺകുട്ടിയെ കാണാൻ പോകുന്നു. ആദ്യ കൂടിക്കാഴ്ചയിൽ തന്നെ ഇരുവരും ഒരേ സ്കൂളിൽ പഠിച്ചവരാണെന്ന് മനസ്സിലായി. അങ്ങനെ അവർ പഴയ കാര്യങ്ങളെല്ലാം പറയാൻ തുടങ്ങി. സത്യ തന്റെ സ്കൂൾ കാലം ഓർത്തു. അന്ന് അവന് അനീഷ എന്ന പെൺകുട്ടിയോട് ഭയങ്കര ഇഷ്ടമായിരുന്നു. അവളെ കാണാൻ വേണ്ടിയാണ് അവൻ സ്കൂളിൽ തന്നെ പോയിരുന്നത്. പക്ഷെ ഒരിക്കൽ പോലും അവന്റെ പ്രണയം തുറന്നു പറയാൻ കഴിഞ്ഞിരുന്നില്ല. ഒടുവിൽ സ്കൂൾ അവസാനിക്കുന്ന ദിവസം പ്രണയം പറയാൻ തീരുമാനിച്ചു. പക്ഷെ അതിന് തൊട്ടുമുമ്പ് അവന്റെ ഏറ്റവും അടുത്ത സുഹൃത്ത് ദിനേശ് അനീഷ തന്റെ ഗേൾഫ്രണ്ട് ആണെന്ന് വന്ന് പറഞ്ഞു. അത് കേട്ട് സത്യ ആ പ്രണയം അവന്റെ മനസ്സിൽ തന്നെ കുഴിച്ചുമൂടി. പിന്നീട് മോനിഷയും തന്റെ കഥ പറയാൻ തുടങ്ങി. അവൾക്ക് ബാലാജി എന്ന ടോപ്പറോട് ഇഷ്ടമായിരുന്നു. ഒരു പരീക്ഷയ്ക്കിടെ ഉണ്ടായ ചെറിയ സംഭവം കാരണം ബാലാജിക്ക് ശിക്ഷ കിട്ടുന്നു. പിന്നീട് മോനിഷയ്ക്ക് അവനോട് പ്രണയം തോന്നാൻ തുടങ്ങി. പക്ഷെ അവൾക്കും അത് പറയാൻ കഴിഞ്ഞില്ല. പിന്നീടുണ്ടായ ഒരു തെറ്റിദ്ധാരണ കാരണം ബാലാജി മോനിഷ തന്നെയാണ് തന്നെ അപമാനിച്ചെന്ന് വിശ്വസിച്ച് അവളെ വെറുക്കാൻ തുടങ്ങി. അങ്ങനെ ആ ചാപ്റ്ററും അവിടെ ക്ലോസ് ആയി. അങ്ങനെ ഇരുവരുടെയും കഥകളെല്ലാം പറഞ്ഞു കഴിഞ്ഞപ്പോൾ അവർ കാര്യം തീരുമാനിച്ചു. പഴയ പ്രണയത്തിന് ഒരു ക്ലോഷർ വേണമെന്ന്. അങ്ങനെ അവർ അവരുടെ പഴയ ക്രഷുകളെ കണ്ടെത്തി അവരുടെ പ്രണയം പറയണമെന്ന് തീരുമാനിക്കുന്നു. ഇരുവരും ഒരുമിച്ച് യാത്ര തുടങ്ങി. പഴയ സ്കൂളുകളും അധ്യാപകരും സുഹൃത്തുക്കളും പഴയ സ്ഥലങ്ങളും എല്ലാം അവർ സന്ദർശിച്ചു. ആ യാത്രയിൽ അവർ പരസ്പരം കൂടുതൽ അടുത്തു. അറിയാതെ തന്നെ ഇരുവരും തമ്മിൽ പ്രണയം തുടങ്ങിയിരുന്നു. എന്നാൽ ഇതിന്റെ ഒരു വലിയ പ്രശ്നമുണ്ടാകുന്നു. മോനിഷ ഒരു വലിയ ഇൻസ്റ്റഗ്രാം ഇൻഫ്ലുവൻസർ ആണ്. പക്ഷെ ഇതൊന്നും സത്യയ്ക്ക് അറിയില്ലായിരുന്നു. അവൻ പിന്നീടാണ് അതെല്ലാം അറിഞ്ഞത് തന്നെ. മോനിഷ ഒരു അജ്ഞാത ഇൻസ്റ്റഗ്രാം അക്കൗണ്ട് നിരന്തരം ഫോളോ ചെയ്യുന്നുണ്ടായിരുന്നു. സംശയം തോന്നിയ സത്യ അവളുടെ അനുമതിയില്ലാതെ ഫോൺ പരിശോധിച്ചു. ഇത് മോനിഷയെ വല്ലാതെ വേദനിപ്പിച്ചു. വിശ്വാസം നഷ്ടപ്പെട്ടതോടെ ഇരുവരും അകലുന്നു. പക്ഷേ സത്യ തന്റെ തെറ്റ് മനസ്സിലാക്കി മാപ്പ് ചോദിച്ചു. അവർ വീണ്ടും ഒന്നിക്കുന്നു. തുടർന്ന് സത്യ അനീഷയെ കണ്ടെത്തി. വർഷങ്ങളായി മനസ്സിൽ സൂക്ഷിച്ചിരുന്ന പ്രണയം അവളോട് തുറന്നു പറഞ്ഞു. അനീഷ അത് കേട്ട് ചിരിച്ചു. അന്ന് പറഞ്ഞിരുന്നെങ്കിൽ സ്വീകരിച്ചേനെ എന്ന് അവൾ പറയുന്നു. പക്ഷെ ഇപ്പോൾ അവൾ വിവാഹിതയാണ്. ഇരുവരും നല്ല ഓർമ്മകളുമായി പിരിഞ്ഞു. സത്യയ്ക്ക് അതിൽ ഒരുപാട് ആശ്വാസം തോന്നി. അതേസമയം മോനിഷ ബാലാജിയെ കാണുന്നു. വർഷങ്ങളായി താനും മോനിഷയെ സ്നേഹിച്ചിരുന്നു എന്ന് ബാലാജി തുറന്നു പറഞ്ഞു. പക്ഷെ ഇപ്പോൾ അവളെ വിവാഹം കഴിക്കണമെന്നാണ് അവന്റെ ആഗ്രഹം. പക്ഷെ മോനിഷ അത് വളരെ കറക്റ്റായി തന്നെ റിജക്ട് ചെയ്തു. ബാലാജി അത് മനസ്സിലാക്കി അവൾക്ക് എല്ലാ ആശംസകളും നേരുന്നു. എന്നാൽ ഈ സത്യങ്ങളൊന്നും സത്യ അറിഞ്ഞിരുന്നില്ല. ദൂരത്തു നിന്ന് ബാലാജി മോനിഷയെ ചേർത്ത് പിടിക്കുന്നത് മാത്രമാണ് അവൻ കാണുന്നത്. അവൾ പഴയ പ്രണയത്തിലേക്ക് തിരിച്ചു പോയെന്ന് തെറ്റിദ്ധരിച്ച് സത്യ ഒന്നും പറയാതെ അവിടെ നിന്ന് പോയി. പിന്നീട് ബാലാജി തന്നെ സത്യയെ കണ്ടുപിടിച്ച് സത്യം പറഞ്ഞു. മോനിഷയ്ക്ക് എന്നെയല്ല നിന്നെയാണ് ഇഷ്ടമെന്ന്. ഇത് കേട്ട സത്യ നേരെ മോനിഷയുടെ അടുത്തേക്ക് ഓടിപ്പോയി. തന്റെ സംശയത്തിനും തെറ്റിദ്ധാരണയ്ക്ക് മാപ്പ് ചോദിക്കുകയും മോനിഷ അവനോട് ക്ഷമിക്കുകയും ചെയ്യുന്നു. ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും സബ്സ്ക്രൈബും ലൈക്കും ചെയ്യണേ.